അപ്പൊ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടക്കണം, അല്ലെങ്കിൽ എന്റെ കൂടെ കിടക്കണം, ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് മലയാളം ഷോയെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഇപ്പം അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിവാദകരമായിട്ടുള്ള ഒരു പരാമർശം അഖിൽ മാരാറിന്റെയാണ്. അഖിൽ മാരാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭൂലോക ഉഡായിപ്പാണ് എന്നാണ്. ഇത് പറയാനുള്ള കാരണം സിബിൻ എന്ന ചെറുപ്പക്കാരനെ അവിടെ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള വിവാദങ്ങളുടെ പുറത്താണ്. സിബിൻ പറയുന്നത് എനിക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഞാൻ മെന്റലി കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിരുന്നു, എന്നിട്ടും ബിഗ് ബോസ് എനിക്ക് മാനസികമായിട്ട് ഞാൻ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹാ ചെറ്റത്തരം തെണ്ടിത്തരമാണ് ബിഗ് ബോസ് ചെയ്തത്, ബിഗ് ബോസിന് ഇതല്ല ഇതിനപ്പുറവും ചെയ്തുള്ള നല്ല പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ തുടങ്ങുന്നത്. അപ്പൊ അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുകയാണ്. ആ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം സിനിമകളിലേക്കൊക്കെ ഓരോ സ്ത്രീകളെയും പെൺകുട്ടികളെ എടുക്കുന്ന സമയത്ത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ ചില സംഭവങ്ങൾ നടക്കാറുണ്ട്. അതായത് പെൺകുട്ടികൾക്ക് സിനിമകളിൽ അവർക്ക് റോള് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ കൂടെ കിടക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ബിഗ് ബോസിനകത്ത് പെൺകുട്ടികൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ അവർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ അതിൽ പ്രത്യേകിച്ച് അഖിൽ മാരാർ എടുത്ത് പറയുന്നുണ്ട്, ഫുൾ കംപ്ലീറ്റ് ടീമിനല്ല പറയുന്നത്, ഈ ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന 2 പേരെയാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, സെലക്ഷൻ കിട്ടിയ പെൺകുട്ടികളെ അവർക്ക് അറിയില്ലല്ലേ, പെൺകുട്ടികൾക്ക് അറിയില്ല അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടക്കണം, അല്ലെങ്കിൽ എന്റെ കൂടെ കിടക്കണം, ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ പെൺകുട്ടികളെ സമീപിക്കാറുണ്ട്. ചിലരെല്ലാം അതിൽ വീഴും, ചില ആളുകൾ അതിൽ നിന്ന് പിന്മാറിപ്പോവും എന്നുള്ളതാണ് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അഖിൽ മാരാർ ഓൾറെഡി ബിഗ് ബോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഒരുപാട് ജനപിന്തുണയുള്ള ഒരു മനുഷ്യനാണ്. പല രീതിയിൽ അയാൾ അടിച്ചമർത്താനും ആക്ഷേപിക്കാനും ഒക്കെ ബിഗ് ബോസും ടീമും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ജനപിന്തുണയോടുകൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു നായകനാണ് അഖിൽ മാരാർ എന്ന് തന്നെ പറയാം. അപ്പം ഏഷ്യാനെറ്റ് എന്നൊക്കെ പറയുമ്പം ഈ ഒരു മീഡിയ ഇൻഡസ്ട്രിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പൊ അവരെ പിണക്കുക എന്ന് പറയുന്നത് അഖിൽ മാരാറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിട്ടും ഇതിനെതിരെ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പം അഖിൽ മാരാർ ഈ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ ഇനി എനിക്കെതിരെയും അത്തരം വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചേക്കാം, അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. പല മത്സരാർത്ഥികളെയും, എല്ലാ മത്സരാർത്ഥികളെയും എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതായത് ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ്. ഏകദേശം ഒരു 6-7 പേരടങ്ങുന്ന ഒരു പാനലാണ്. ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ആ പേര് ഇവന്മാരുടെ ഭാഗത്ത്, കാരണം ഇവർ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് 100% ഉറപ്പാണ്. കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് 100% ഉറപ്പാണ്. ചിലപ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം, ധൈര്യമൊന്നും കാണിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് ഉറപ്പാണ്, അവന്മാർ കാണിച്ചിട്ടുള്ള എല്ലാ നെറുകേടുകളും അവന്മാർക്ക് ഉറപ്പായിട്ടുള്ളിടത്തോളം കാലം അവന്മാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട്, അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവരിറങ്ങും. പക്ഷേ ഈ മത്സരാർത്ഥികൾക്ക് അറിയില്ലല്ലോ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പല മത്സരാർത്ഥികൾക്കും അറിയത്തില്ല. പക്ഷെ അവരെ 100% അവർ ഓൾറെഡി സെലക്ട് ആയിരിക്കും. പക്ഷേ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട്, പല ആൾക്കാരെയും അതിനകത്ത്. അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുമുണ്ട്. കാരണം ഈ സെലക്ട് ചെയ്യുന്ന ഈ 2 പേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇതൊരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് പുള്ളി പറഞ്ഞു. അതായത് ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ സീസണിൽ ഉണ്ടാകണമെന്നുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനെറ്റിന് അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത്. പിന്നെ ഇദ്ദേഹം വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം.
അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് അഖിൽമാരാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏഷ്യാനെറ്റിലുള്ള 2 പേരുടെ അജണ്ട. അതായത് അവര് ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഓപ്പർച്യൂണിറ്റി ആയി സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് പെൺകുട്ടികളെ വശീകരിക്കാനും അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ ഷോ ഇവര് അങ്ങനെയാണ് കാണുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംരംഭമാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷകളിൽ നടക്കുന്ന ഒരു ഷോ ആണ്. അതിനെയാണ് മലയാളത്തിലുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വലിയ ബിഗ് സ്ക്രീൻ സ്പേസിനെ മോശമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് 2 ആളുകളുള്ളത്. അഖിൽമാരാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനിത് എത്ര സംസാരിച്ചു കഴിഞ്ഞാലും അവരുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല, കാരണം അത്രയും ഹോൾഡും കൺട്രോളും ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഖിൽമാരാറിന്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് അയാളുടെ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫെയിം, റെപ്യൂട്ടേഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ജോലി, വർക്ക്സ് എല്ലാം തകർക്കാൻ കഴിവുള്ള ആളുകളാണ് ഏഷ്യാനെറ്റിലെ ഈ 2 മനുഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻഡമോൾ ഷൈനും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ആളുകളും കൂടെ കൂടിയിട്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. പക്ഷേ സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ സെലക്റ്റഡ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 2 പേര് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല, എൻഡമോൾ ഷൈനിന്റെ ആളുകളും കൂടെ തീരുമാനിക്കണം ആരെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് അറിയില്ല ഞാൻ സെലക്ട് ആയിട്ടുണ്ടെന്നുള്ള കാര്യം പെൺകുട്ടികൾക്ക് അറിയില്ല. അപ്പം അങ്ങനെ അറിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ സെലക്ട് ആകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ ഈ ഒരു സാഹചര്യത്തിന്റെ പ്രതിബദ്ധതയിൽ അവർക്ക് ചില ആളുകൾക്കെങ്കിലും സമ്മതിക്കേണ്ടി വരികയാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അഖിൽമാരാർ പറയുന്നത്. അഖിൽമാരാർ ഇതുമായി ബന്ധപ്പെട്ട് 2-3 ലൈവുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, എന്ത് ഇങ്ങനെ പെൺകുട്ടികൾക്ക് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ചില പെൺകുട്ടികൾ ബിഗ് ബോസിനകത്ത് കയറിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത്. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. ചില ആളുകൾ ഇങ്ങനെയും കയറുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് ഇവര് പറയുന്നുണ്ട് സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് ബിഗ് ബോസ്, സൊസൈറ്റിക്ക് അകത്തുള്ള നടക്കുന്ന സംഭവങ്ങളുടെ എന്താ പറയാ റിഫ്ലക്ഷൻ ആണ്, അതിന്റെ ഒരു പ്രതിബിംബനമാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിറകിൽ ഇത്രയും മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞ സമയത്ത് അതിൽ കൂടുതൽ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായത് എന്താന്ന് വെച്ചാൽ ചില ആളുകൾ, സെറീന പോലെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, അഖിൽമാരാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊന്നും ഇൻഡസ്ട്രിക്കകത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇതിനിടയിലുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പെൺകുട്ടികൾ പറയേണ്ടത് ശരിയാണ്, എനിക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ടീമിനെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്താൻ വേണ്ടത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു അവസരം കിട്ടിയ സമയം. പക്ഷേ ഒരു പെൺകുട്ടികളും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. പല ആളുകളും അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവ ശുദ്ധിയെ ആളുകൾ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ അതിന് പോകാത്ത ആളുകൾക്കെങ്കിലും വന്നിട്ട് പറയാലോ ഇങ്ങനെയൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ അഖിൽമാരാറിനെ വളരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അതിൽ കോണ്ടസ്റ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകളും എല്ലാവരും കൂടെ വന്നിട്ട് അഖിൽമാരാറിനെ ആണ് ഇപ്പൊ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇങ്ങനെ പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം ആരാണെന്ന്. അഖിൽമാരാറിനെ ഒരു പക്ഷെ അറിയുമോ എന്നാണ് അദ്ദേഹം പറയുന്നത്, അറിയുമായിരിക്കും എന്നല്ല അറിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പെൺകുട്ടികളുടെ പേര് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്കും ജീവിതവും അതുപോലെ തന്നെ ഇനി സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ആളുകളാണ്. അപ്പൊ ഒരിക്കലും അവരുടെ അനുവാദമില്ലാതെ അവരുടെ പേര് പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഹോട്ടൽ റൂമുകൾ ഏതായിരുന്നു എന്ന് പോലും എനിക്കറിയാം, അതുപോലെ തന്നെ അവര് സംസാരിച്ച സുഹൃത്തുക്കൾ വഴി അറിഞ്ഞ കേസുകളും ഉണ്ട് എന്നൊക്കെ അഖിൽമാരാർ വളരെ കൃത്യമായിട്ട് ആ ലൈവിനകത്തൂടെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇങ്ങനെ മോശം അനുഭവം കിട്ടിയിട്ടുള്ള പെൺകുട്ടികൾ ആരും സത്യാവസ്ഥ തുറന്നു പറയാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള അവസ്ഥ. പക്ഷേ ഇതിൽ ഒരു പെൺകുട്ടി ഊരോ പേരോ നാടോ ഒന്നും അറിയാത്ത, അത്ര ഫെയിമൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ഇതിനെക്കുറിച്ച് തുറന്നടിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. താങ്ക് യു അഖിലേട്ട, ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന്. കാരണം ഞാന് ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫെയിം ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ ഇപ്പോ ലൈവിൽ വന്നത് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി.
കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കെതിരെ കേസെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല. നിങ്ങള് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ആളുകൾ അറിയണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ അത് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് സല്യൂട്ട്. ഇനി പറയൂ കൂട്ടുകാർ, എന്തിനാണ് നമ്മൾ ഇതുപോലെയുള്ള ഷോകളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഈ ബിഗ് ബോസ് ഷോന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ്. പ്രേക്ഷകർ ഇത് കാണുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇതിന്റെ റേറ്റിംഗ് കൂടുന്നത്, അതുപോലെ തന്നെ ഇവർക്ക് TRP റേറ്റ് കൂടുന്നതും, അതുപോലെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നത് ഇതുപോലെയുള്ള ഷോകൾ കാണുമ്പോഴാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും പ്രസിദ്ധിയോടുകൂടെ ഇത്രയും ഒരു എന്താ പറയുക സമൂഹ പ്യൂരിഫിക്കേഷൻ, എന്താ പറയുക മലയാളം വേർഡ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്താണ് ഇപ്പം അതിന് പറയുക, സംസ്കരണോ എന്താ വാട്ടെവർ ഇറ്റ് ഈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്യൂരിഫിക്കേഷൻ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമിനെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ ഇതിന്റെ സത്യങ്ങൾ പുറത്തറിഞ്ഞതിൽ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഇപ്പൊ നമുക്കറിയാം ആ ബിഗ് ബോസിനകത്ത് കാണുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയാം വളരെ മോശമാണ്. അതിനകത്ത് അവര് ജാസ്മിനൊക്കെ പോർട്രേ ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. ജാസ്മിൻ തന്നെ പെൺകുട്ടിക്ക് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവള് ലോകത്തെ ഫേസ് ചെയ്യാന്ന് പോലും പറയാൻ പറ്റില്ല. അവളുടെ ചില കോമാളിത്തരങ്ങൾ എടുത്തിട്ട് അവൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുകയും അവളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവൾക്ക് കപ്പ് കിട്ടുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. കപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു നെഗറ്റീവ് കോണ്ടസ്റ്റന്റ് ആയി പുറത്തു വരുന്ന ഒരാള് എന്തായാലും ഈ ജാസ്മിൻ ആയിരിക്കും. അപ്പം ഇത്തരമുള്ള സംഭവങ്ങൾ, ഇത്തരമുള്ള ഈ ഒരു ഷോകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം, എന്തായാലും പ്രതികരിക്കണം. ഇത് 4 ആളുകൾ അറിയണം, ഇതിന്റെ പിറകിൽ ഇങ്ങനെയൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് പബ്ലിക്കായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ബിഗ് ബോസിലുള്ള സ്ത്രീകൾക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാതിരിക്കാൻ നോക്കാം. നമുക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ ഈ 2 പേർക്കെതിരെ മൂവ്മെന്റ്സ് നടന്നു കഴിഞ്ഞാൽ അവര് സ്വമേധയാ നന്നാവുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും കേസ് ലീഗലി മൂവ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അവര് നന്നാവുകയോ എന്ത് വേണമെങ്കിലും ആവാലോ. എന്തായാലും ഒരു ശബ്ദം, അതാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പൊ ഇതുപോലെയുള്ള ഈ തോന്നിവാസങ്ങൾക്കെതിരെ നമ്മളൊരു ശബ്ദമാവണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Till then, bye bye.